രക്ഷിതാക്കൾക്കായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ഓച്ചിറ പ്രയാർ RVSM ഹയർ സെക്കൻഡറി സ്കൂളിലാണ് കൈപിടിച്ച് വളർത്താം എന്ന പേരിൽ ക്ലാസ് സംഘടിപ്പിച്ചത്. ഓച്ചിറ പ്രയാർ RVSM ഹയർ സെക്കൻഡറി സ്കൂളിലാണ് രക്ഷിതാക്കൾക്കായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത്. സ്കൂൾ മാനേജർ ഡോക്ടർ ബാലചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഒരുപക്ഷെ അത് ഒരാഴ്ച വെയിറ്റ് ചെയ്താലും എനിക്കൊന്നും സംഭവിക്കില്ല. പക്ഷെ എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയ ഒരു കാര്യം എൻ്റെ സ്കൂളിലെ, എൻ്റെ നല്ല നമ്മുടെ സ്കൂളിലെ കുട്ടികൾക്ക് ഒരു മികച്ച മോട്ടിവേഷൻ കൊടുക്കുന്ന ഒരു വലിയ പരിപാടിക്ക് തുടക്കം കുറിക്കുമ്പോൾ അവിടെ ഉണ്ടാവണമെന്ന് എനിക്ക് അതിയായ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ബാക്കി എല്ലാം മാറ്റി വെച്ച് ഞാനിവിടെ വന്നത്. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. നേരത്തെ ഇതേ ആവശ്യത്തിന് വേണ്ടിയിട്ട് കാസർഗോഡ് സ്വദേശി വളരെ പ്രശസ്തനായ മോട്ടിവേറ്ററുമായ ശ്രീ സുരേഷ് കുമാർ ഇതുപോലെ തന്നെ നമ്മുടെ രക്ഷിതാക്കളെ അഡ്രസ് ചെയ്യുകയുണ്ടായി. അതിൻ്റെ ഗുണഫലങ്ങൾ എത്ര കണ്ട് നമുക്ക് കുട്ടികളിലേക്ക് രക്ഷിതാക്കൾ നൽകിയിട്ടുണ്ട് എന്നെനിക്കറിയില്ല. വീണ്ടും നമ്മുടെ ഒരു ശ്രമമാണ്, വീണ്ടും ശ്രമിക്കുകയാണ്. നിങ്ങൾ എത്ര കണ്ട് കുഞ്ഞുങ്ങളോട് ഇന്ററാക്ട് ചെയ്യുന്നോ അത്രയും കുഞ്ഞുങ്ങളുടെ ഔട്ട്പുട്ട് വർദ്ധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. PTA പ്രസിഡന്റ് ഷാജഹാൻ അധ്യക്ഷത വഹിച്ചു. പേരന്റും അതുപോലെ തന്നെ നമ്മുടെ വിദ്യാർത്ഥികളും നമ്മുടെ സ്റ്റേജ് നിറഞ്ഞിരിക്കുകയാണ്. സാറിന്റെ ക്ലാസ് അത്രമാത്രം പ്രധാനമായ ക്ലാസ്സാണ്. ക്ലാസ് കേട്ടില്ലെങ്കിൽ നമുക്ക് വളരെ നഷ്ടമാണ്. കാര്യം വളരെ ദൂരെ നിന്ന് ഇപ്പോൾ എത്തിച്ചേർന്നത്. അപ്പൊ സാറിന് ആദ്യം തന്നെ ഈ പരിപാടി ക്ഷണിക്കാമെന്ന് നമ്മുടെ HM പറഞ്ഞപ്പോൾ തന്നെ വളരെ സന്തോഷത്തോടെ തന്നെയാണ് ഞങ്ങൾ സാറിന് തന്നെ വിളിക്കണം. കാര്യം നമുക്ക് ഇന്നത്തെ കാലഘട്ടം അതുപോലെ കാലഘട്ടം കൂടിയാണ് നമ്മൾ കടന്നുപോയിരിക്കുന്നത്. പ്രഥമാധ്യാപിക ആശ സ്വാഗതം പറഞ്ഞു. PTA വൈസ് പ്രസിഡന്റ് രാധാകൃഷ്ണൻ റൂഫേൽഡ്, ശ്രീജിത്ത്, ആര്യ എന്നിവർ പങ്കെടുത്തു. സാജൻ പാപ്പച്ചൻ ക്ലാസ് നയിച്ചു. ഈ സെഷൻ ഹൃദയം കൊണ്ട് പങ്കെടുക്കേണ്ട ഒരു സെഷനാണ്. അതുകൊണ്ട് നമുക്ക് ഹൃദയം കൊണ്ട് പരിചയപ്പെട്ട് തുടങ്ങാം. ഔദ്യോഗികമായിട്ട് അവിടെ പരിചയപ്പെടുത്തി എങ്കിലും എന്നെ ഇങ്ങനെ പരിചയപ്പെടുത്താനാണ് എനിക്കിഷ്ടം. ഈ സ്ക്രീനിൽ കാണുന്നതാണ് ഞാനും എന്നെ ആളോടും. എൻ്റെ തൊട്ട് മുകളിൽ കാണുന്നത് മകൾ സേറ. ഏറ്റവും പ്രായം കുറഞ്ഞ എഴുത്തുകാരി എന്നൊരു റെക്കോർഡിനുടമയാണ് എൻ്റെ ആ തോളേക്ക് എഴുതുന്ന പാട്ട്. ഇന്ന് ഈ വേദിയിൽ ഞാനായിരിക്കുന്നത് നിങ്ങൾ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ട വീഡിയോകൾക്ക് പിന്നിൽ ഒരു ഇൻഫ്ലുവൻസറായിട്ടും മോട്ടിവേഷൻ സ്പീക്കറായിട്ടും അല്ല, മറിച്ച് ഞാനൊരു ഒരപ്പൻ അയാൾ ജീവിക്കുന്ന ജീവിതത്തെ പറ്റി, അയാളെ പോലെ അതേ പ്രക്രിയയിൽ ഏർപ്പെട്ടിരിക്കുന്ന മനുഷ്യരോട് ഹൃദയം തുറന്ന് സംസാരിക്കുന്ന ഒരു സെഷനാണ്. കട്ടിയുള്ള സൈക്കോളജിക്കൽ തിയറികളൊന്നുമില്ല, ഫിലോസഫികളൊന്നുമില്ല. നമുക്കിങ്ങനെ ജീവിതം പറഞ്ഞു പോകാം എന്നാണ് ഞാൻ കരുതുന്നത്. അതിൻ്റെ മുകളിൽ കാണുന്നത് മൂത്ത മോളല്ല, ഭാര്യയാണ്. അങ്ങനെ എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതൊട്ടും യാദർശ്യമല്ല, പൊന്നുപോലെ നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ.